കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങി കോക്രോച്ച് ജനതാ പാർട്ടി. കയ്യിൽ അംബേദ്കറുടെയും അബ്ദുൽ കലാമിന്റെയും ഒക്കെ പുസ്തകങ്ങളും പൂക്കളുമായാണ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. പ്രതിഷേധത്തിനിടെ അഭിജിത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. രാവിലെ ദില്ലി വിമാനത്താവളത്തിലെത്തിയ അഭിജിത്തിന് വൻ സ്വീകരണമാണ് ഒരുക്കിയത്. അംബേദ്കറുടെ ആത്മകഥ ഉയർത്തിക്കാട്ടിയാണ് അഭിജിത്ത് വിമാനത്താവളത്തിന് പുറത്തേക്കെത്തിയത്. കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. ആദ്യം ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. CJP പ്രതിഷേധം തകർക്കാനെത്തിയവർ ആനി രാജയെ ആക്രമിച്ചെന്ന് പരാതി. തള്ളിയിട്ടവരിൽ ഏതാനും പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികരണം കാണാം. AISFന്റെ വിദ്യാർത്ഥികൾ ഫൂലെയുടെയും അംബേദ്കറിന്റെയും ഭരണഘടനയുടെയും ഒക്കെ പേരിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അപ്പൊ അവരോടൊപ്പം ചേർന്നുകൊണ്ട് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് RSSനെതിരെ എന്തിനാണ് മുദ്രാവാക്യം വിളിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഒരു പറ്റം ചെറുപ്പക്കാർ അവര് വന്ന് ഞങ്ങളെ തള്ളിയിടാൻ നോക്കി. അവിടെ നിന്ന് പോലീസുകാർ വന്ന് ഇവരെ മാറ്റിക്കൊണ്ടുപോയി. വീണ്ടും ഇവര് കൂടുതൽ ആളുകളെ കൊണ്ടുവന്ന് ഞങ്ങളെ പുഷ് ആൻഡ് പുൾ എന്ന രീതിയിൽ തത്സമയ പ്രതികരണം വരികയാണ്. क्या कहेंगे आप? खत्म हो गया प्रदर्शन, क्या है? नहीं, पहले आप लोग कह रहे थे कॉकरोचेस नहीं आएंगे. देख लिया कॉकरोचेस. बस अच्छा, मुझे अभी स्टेज पर जाना है, वहाँ मेरी पब्लिक बैठी. अभी आप थोड़ी देर बाद आइए. We are coming from Kerala. We are coming from Kerala. ये ऊपर देने दो पहले. ठीक है, ठीक है. ठीक है. कोई मीडिया ठीक है. കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ പ്രതികരിക്കുമോ എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഇന്ന് വലിയ ആരവത്തോടു കൂടിയാണല്ലോ അദ്ദേഹത്തെ ഇന്ന് രാവിലെ സ്വീകരിച്ചത്. തന്നെ പ്രതിഷേധം തുടരുകയാണ്. 5 മണിവരെ പ്രതിഷേധിക്കാനാണ് അനുമതിയുള്ളത്. ഇപ്പോൾ പ്രതിഷേധം എങ്ങനെയാണ് പോകുന്നത്? ഈ പോക്ക് കാണുമ്പോൾ 5 മണിക്ക് നിർത്താൻ പ്ലാൻ ഉണ്ടോ? കാരണം ഇവർക്ക് ശക്തമായ ആവശ്യമുണ്ട്. അത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക എന്നുള്ളതാണ്. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. നമുക്ക് സമരത്തിന്റെ ഭാഗത്തേക്ക് പോകാം എന്ന് തോന്നുന്നു. സമരത്തിന്റെ ഭാഗത്ത് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. വലിയ തള്ളാണ്. ഈ അഭിജിത്ത് ദീപ്കെ ഭക്ഷണം കഴിക്കാനായി പോയി മടങ്ങി വന്നതാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാനാകുന്നുണ്ട്. ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടേക്കും അഭിജിത്ത് എന്ന വാർത്തയാണ് വരുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ ഒരുപക്ഷെ അഭിജിത്ത് ദീപ്കെ അല്പസമയത്തിനുള്ളിൽ തന്നെ മാധ്യമങ്ങളെ കണ്ടേക്കും എന്നാണ് കാണുന്നത്. അഭിജിത്ത് ഭക്ഷണം കഴിച്ച് തിരിച്ചെത്തിയിരിക്കുന്നു. പ്രതിഷേധം ഇനിയും തുടരാനുള്ള സാധ്യത കാണുന്നുണ്ട്. രാവിലെ പാർലമെന്റ് സീറ്റിന് മുന്നിൽ തടിച്ചുകൂടിയ യുവാക്കൾ പിന്നീട് എത്തിയത് ജന്തർ മന്ദറിലേക്കാണ്. ഇപ്പോഴിതാ അഭിജിത്ത് ദീപ്കെ സംസാരിക്കും എന്ന് കരുതുന്നു.